ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുക്കുക. ഇതാ കൈ ഇത്രയും വൈഡായിട്ട് പിടിച്ചിട്ട് കൈ പൊക്കി വെച്ചിട്ട് ഇത് നമ്മൾ ഒത്തിരി സമയം ഇരുന്ന് വർക്കൗട്ട് ചെയ്യുമ്പോഴോ അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഒത്തിരി IT ഫീൽഡിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഷോൾഡർ പെയിൻ ഒത്തിരി കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ എക്സർസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിലീഫ് ഉണ്ടാവും. ആദ്യത്തേത് ഇത്. രണ്ടാമത്തെ നോക്കിക്ക് ഇതുപോലെ പിടിച്ചിട്ട് ഇത്. മൂന്നാമത്തത്. ഷോൾഡറിൻ്റെ ഫാറ്റ് പെട്ടെന്ന് കുറയുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഹെവി ആയിട്ടൊന്നും ചെയ്യേണ്ടതില്ല. കുറച്ച് ചെയ്താൽ മതി. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 10 times 15 times ഒക്കെ ചെയ്താൽ മതിയാവും. ഗ്രാജ്വലി കൂട്ടി ചെയ്യാം. ഇത് ചെയ്യാം. അതുപോലെ ഇത് രണ്ട് സൈഡിലോട്ടും ഈക്വലായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. നമ്മൾ റോങ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഷോൾഡർ പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഷോൾഡർ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം എല്ലാ എക്സർസൈസും ചെയ്യാനായിട്ട്. നമ്മൾ ഏത് പാർട്ടിന് വേണ്ടിയാണോ ചെയ്യുന്നത് ആ പാർട്ട് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റിക്ക് ഇല്ലാതെ തന്നെ ഷോൾഡർ പെയിൻ ഉള്ളവർക്ക്, IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, ഓഫീസിൽ ഒത്തിരി നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല പെയിൻ ഉണ്ടാവും ഇവിടെ നിന്ന് ഇങ്ങനെ. ആ പെയിൻ മാറാനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി പെയിൻ തോന്നുന്ന ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 എക്സർസൈസ് ഞാൻ പറഞ്ഞു തരാം. ഇതാ ആദ്യത്തേത്, നമ്മുടെ ബോഡിയോട് കൈ ചേർത്ത് വയ്ക്കുക. 90 ഡിഗ്രി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ സ്പേസ് വരണ്ട. ബോഡിയോട് ചേർത്ത് തന്നെ കൈ വയ്ക്കുക. ഇതാ ഇതേപോലെ. എന്നിട്ട് നേരെ പുറകിലോട്ട് കൊണ്ടുവന്ന് ഒരു 2-3 seconds ഹോൾഡ് ചെയ്തു, റിലീസ് ചെയ്തു. നമ്മളിവിടെ വരുമ്പോൾ തന്നെ, ഇവിടെ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഷോൾഡർ നന്നായിട്ട് ടൈറ്റ് ആവുന്നുണ്ട്. ഷോൾഡർ പെയിൻ ഉള്ളവർ ഡെയിലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ കൈ താഴ്ന്നു പോകരുത്, മുകളിലോട്ടും പോകരുത്. കറക്റ്റ് 90 ഡിഗ്രി തന്നെ ആയിരിക്കണം. ഇത് ചെയ്യാം. അതുപോലെ ഇത് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ഷോൾഡറും എൽബോയും ഒരേ ലെവലിലായിരിക്കണം. 90 ഡിഗ്രി. ഇതാ 2 കൈയും വെച്ചിട്ട് പതിയെ താഴ്ത്തി കൊടുക്കുക. നമ്മുടെ എൽബോ ജസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു. എൽബോ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ എൽബോ ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു 2-3 seconds നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോൾഡർ നന്നായിട്ട് ടൈറ്റ് ആവും. ഷോൾഡർ പെയിൻ ഉള്ളവർ ഡെയിലി ചെയ്യാൻ മറക്കാതെ. ഇത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക്
നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ ഇതാ നിന്നിട്ട് ജസ്റ്റ് ഹോൾഡ്, ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം, പതിയെ റിലീസ് ചെയ്യാം. നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ, നിങ്ങൾ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, ഓഫീസിലൊക്കെ ഇരിക്കുന്നവർ, നിങ്ങൾക്ക് പെയിൻ തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റിൽ ഇരുന്ന് തന്നെ ഇത് ചെയ്യാം. ആ ടൈമിൽ തന്നെ വേദന നല്ല വ്യത്യാസം തോന്നും. ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് ഷോൾഡറിന് വേണ്ടിയുള്ള എക്സർസൈസ് ആയിരുന്നു. ഇത് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ലൈറ്റായിട്ട് സ്ട്രെച്ച് ചെയ്യുക, വാമിംഗ് അപ്പ് ചെയ്യുക, അതിനുശേഷം മാത്രം വർക്കൗട്ട് ചെയ്യുക. ഡയറക്റ്റായിട്ട് പോയി ഒരു സ്റ്റിക്ക് എടുത്ത് വെച്ച് പെട്ടെന്ന് തന്നെ ചെയ്യരുത്, നമുക്ക് മസിൽ ഇഞ്ചുറി ഉണ്ടാകും. അങ്ങനെ ചെയ്യരുത്. സ്ട്രെച്ചിങ്, വാമിംഗ് അപ്പും ചെയ്തതിന് ശേഷം മാത്രം സ്റ്റിക്ക് എടുക്കുക, ചെയ്യുക. പ്രോപ്പറായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒത്തിരി ഇത് ഈസിയാണ് ചെയ്യാൻ, കുറച്ച് ഈസിയാണ് എന്ന് കരുതിയിട്ട് 50-60 പ്രാവശ്യമൊന്നും നിങ്ങൾ ചെയ്യരുത്. കുറച്ചായിട്ട് ചെയ്താൽ മതിയാവും.